ശരി. അപ്പോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു. അഡീഷൻ ഓഫ് പോളിനോമിയൽ, സബ്ട്രാക്ഷൻ ഓഫ് പോളിനോമിയൽ, അല്ലേ? പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽ, ഡിവിഷൻ ഓഫ് പോളിനോമിയൽ, പിന്നെ സം ഐഡന്റിറ്റീസ്. ഇത്രയല്ലേ പഠിച്ചു നിർത്തിയത്? അപ്പൊ ഇന്ന് നമ്മൾ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ പഠിക്കുക. എന്താണ് ഫസ്റ്റ് സെക്ഷന്റെ പേര്? ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഇനി ആ ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാവരും പുസ്തകത്തിനകത്തോട്ട് വെക്കാം. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം അത് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡന്റിറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ആ ഐഡന്റിറ്റി ഇങ്ങനെയാണ്: എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്തുവരും? കഴിഞ്ഞ ദിവസം എഴുതിയതാ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിൽ ആർക്കെങ്കിലും തർക്കം വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ആ സെക്ഷനിൽ ആദ്യം പഠിക്കുന്നത്. നോട്ടത്തോടെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു 3 എക്സാമ്പിളുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്: എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ്, ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ഈ വലതുവശം എന്ത് രൂപത്തിലായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലായി. എ എന്ന് പറയുന്നത് എക്സും ബി എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് അനുസരിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ്, ഇതെങ്ങനെ എഴുതും? 2 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? റൂട്ട് 2വിന്റെ സ്ക്വയർ ആണ്. ആരുടെ സ്ക്വയർ ആണ്? റൂട്ട് 2വിന്റെ സ്ക്വയർ ആണ്, അല്ലേ? അപ്പൊ ഇപ്പൊ ഇത് എന്ത് രൂപത്തിലായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലായി. അപ്പോ ഉത്തരം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിള് എക്സ് സ്ക്വയർ മൈനസ് 1/4. എക്സ് സ്ക്വയർ മൈനസ്, ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1/4 എങ്ങനെ എഴുതാം? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് പറഞ്ഞോ ശരിയാ, എക്സ് പ്ലസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 1/2 എന്ന് എഴുതാം. ഇത്രയും ആർക്കെങ്കിലും എന്തിനു കുഴപ്പമുണ്ടോ? പക്ഷെ ആക്ച്വലി നമ്മൾ എന്തോ ഇപ്പൊ ചെയ്തേ? അതുകൊള്ള സാർ ഓരോ പരിപാടിയൊക്കെ ബോർഡെ കാണിച്ചു വെച്ച് ഞങ്ങളോട് ചോദിക്കുക എന്തുവാ ചെയ്തേ? അല്ല, അപ്പൊ ഇതിപ്പോ പുസ്തകത്തിൽ തപ്പിയെടുക്കുക. നിങ്ങൾ ഗഹനമായ വായനയിലാണ്. ഇതെന്തോ ചെയ്തെന്നല്ല മനസ്സിലായോ? ഈ 3 എക്സാമ്പിളുകളിലും ഞാൻ ഇടതുവശത്ത് എഴുതിയ ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് സ്ക്വയർ മൈനസ് 2, എക്സ് സ്ക്വയർ മൈനസ് 1/4. ഇവരൊക്കെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുകളാണ്. ശരിയോ തെറ്റോ? ഇതെങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയത്? ഇതിനകത്തിലെ വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ പവർ 2 ആണ്. സോ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 3 എക്സാമ്പിളുകളിലും ചർച്ചയ്ക്ക് വിധേയമാക്കിയത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? വലതുവശം നോക്കൂ. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇവര് രണ്ടുപേരും 2 പോളിനോമിയലുകളല്ലേ? എന്ത് പോളിനോമിയലുകൾ? ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകൾ. ഇവര് രണ്ടുപേരും അതും ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകൾ. ഇതോ? അപ്പൊ എന്തോ നമ്മൾ ചെയ്തത്? സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലിനെ
ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇതിന്റെ അർത്ഥം ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇത് കിട്ടും, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇത് കിട്ടും, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇത് കിട്ടും എന്നല്ലേ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലുകളുടെ എന്തായി എഴുതി വെച്ചിരിക്കുന്നു? പ്രോഡക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കും. ഇത് നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എടുക്കണ്ട. എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് റിട്ടൺ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് റിട്ടൺ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? ഓക്കെ, നോക്കാം. 12 is equal to 4 into 3. പണ്ട് 4ാം ക്ലാസ്സിലൊക്കെ ഗുണനപ്പട്ടിക പഠിച്ചിട്ടുണ്ടല്ലോ. 4 3s are 12 വന്നു, 3 4s are 12 എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടില്ലേ? ഇതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 4 and 3 are the factors of 12. 4 and 3 are the factors of 12. 12ന്റെ ഘടകങ്ങളാണ് 4ഉം 3ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിസ്മയ, വിനോദ്, ഇവിടെ ഇപ്പൊ നമ്മൾ എന്തോ പറയും? ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോ ഈ ഐഡിയ വെച്ച് ഇവിടെ എന്തോ പറയും? 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടിയാൽ നമ്മൾ പറയും 12ന്റെ ഫാക്ടേഴ്സ് ആണ് 4ഉം 3ഉം. അത് ക്ലിയർ ആയോ? ഇരിക്കൂ. ഓക്കെ, അതുല്യ ഒന്ന് എഴുന്നേൽക്കൂ. അതുല്യ, അപ്പൊ ഇവിടെ എന്തോ പറയും? എക്സ് സ്ക്വയർ മൈനസ് 2ന്റെ എക്സ് പ്ലസ് √2ഉം √2. അഭിനവ് സാർ ഒന്ന് എഴുന്നേൽക്കും. ഇവിടെ എന്താ പറയും? ആൻഡ് എക്സ് മൈനസ് 1/2 ആർ ദി ഫാക്ടേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡേർഡ് അത്രയും വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം. എടേ, ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? പേപ്പർ കയ്യിലെടുക്കുക, വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. എന്ത്? ഓക്കെ, ഫോട്ടോ കോപ്പി മടക്കി പുസ്തകത്തിനകത്ത് വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഐഡിയ ക്ലിയർ ആയല്ലോ. നമ്മൾ കുറച്ചുകൂടി വിശദമായി ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അടുത്തതായിട്ട് നമ്മൾ എക്സാമ്പിൾ 4 എടുക്കുന്നു. ആരെ എടുക്കുന്നു? എക്സാമ്പിൾ 4. ഐശ്വര്യപ്രകാശ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ എക്സാമ്പിൾ 4ൽ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. എക്സ് പ്ലസ് 2 ഇൻറ്റു ഈ എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3ഉം ഒക്കെ ആരാണ്? ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലുകൾ. നമ്മൾ അവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. 9ാം ക്ലാസ് പഠിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം ബേസിക്കിൽ പഠിച്ചു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്തായിരുന്നു? ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ ആളായ എക്സ് കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനെ ഗുണിക്കുന്നു. പിന്നെ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആളായ +2 കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനെ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. ഓക്കെ ആണല്ലോ. എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു 3x, 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 3. ഇത് ഇങ്ങനെ എടുത്ത് ഗുണിക്കുന്നതിന് വരും ടേം ബൈ ടേം ആയിട്ട് ഗുണിച്ചാലും മതി. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 3 3x, 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 3 6. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 3x പ്ലസ് 2x 5x പ്ലസ് ഗുണിച്ചേക്കുന്നത് കറക്റ്റ് ആണല്ലോ.
അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ഇത് രണ്ടൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയത്. അപ്പോൾ ഇവര് രണ്ടുപേരും ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ആരാണ്? ഫാക്ടേഴ്സ് ആണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ x+2 ആൻഡ് x+3 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ x² പ്ലസ് 5xa പ്ലസ് 6. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അടുത്തത് അഞ്ചാമത്തെ എക്സാമ്പിൾ, x² പ്ലസ് 1 ഇൻറ്റു x+2. ശരി, ഇതെങ്ങനെ ഗുണിക്കുന്ന പറയും? വിദ്യാലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ ഇതെങ്ങനെ ഗുണിക്കും? ഇത് x² എക്സ് അല്ല. x² ഇൻറ്റു x+2 പ്ലസ് 1 ഇൻറ്റു x+2. ഇനി വിദ്യാലക്ഷ്മി ഗുണിച്ച് പറയൂ. x² ഇൻറ്റു എക്സ്, ഇത്രയും വിദ്യാലക്ഷ്മിയോ? x² ഇൻറ്റു എക്സ് x³ x² ഇൻറ്റു 2. വിദ്യാലക്ഷ്മി ഡബ് ചെയ്യുന്നു. ഞാൻ ചോദിക്കും വിദ്യാലക്ഷ്മി x² ഇൻറ്റു 2x². ഒരാളിനെ ഒന്നുകൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം നന്ദനെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഉത്തരം അത് അതുപോലെ എടുത്തെഴുതി വെച്ചാൽ മതി. +x + 2. ഇവിടെ ഇനി വല്ല സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? x³ x² x2 എല്ലാം ഓരോ ടേം വീതമേ ഉള്ളൂ. അപ്പൊ ഇരിക്കൂ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടി. അപ്പൊ അർത്ഥം പറയൂ. x² പ്ലസ് 1 and x+2 are the factors of the polynomial x³ plus 2x² plus xa plus. അത്രയും കാര്യം പിടി കിട്ടിയല്ലോ. ഇനി നമ്മളൊരു നോട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. മനസ്സിലായോ? ഇല്ല, നേരത്തെ പറഞ്ഞ p(x) ഒരു പോളിനോമിയലാണ്, q(x) അടുത്തൊരു പോളിനോമിയലാണ്, r(x) വേറെ ഒരു പോളിനോമിയലാണ്. p(x) is equal to q(x) into r(x) ആണെങ്കിൽ ഈ q(x)ഉം ഈ r(x)ഉം ഈ p(x)ന്റെ ആരായിരിക്കും? ഫാക്ടേഴ്സ് ആയിരിക്കും. ആരായിരിക്കും? നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് ദ പോളിനോമിയൽ p(x) is the product of the polynomials q(x) and r(x), then we say that the polynomials q(x) and r(x) are the factors of the polynomial p(x). ഇത്രയും കാര്യം പിടി കിട്ടിയോ? അടുത്തത് എക്സാമ്പിൾ 6. എക്സാമ്പിൾ 6, x-1 ഇൻറ്റു x-2. x-1 ഇൻറ്റു ആകാശം ഒന്ന് എഴുന്നേറ്റിട്ട് ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ? ഉറക്കത്തിലായിരുന്നു, ഞാൻ വിളിച്ചപ്പോഴാണ് ഞെട്ടി എഴുന്നേറ്റത്. അപ്പൊ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറയൂ ആകാശം. അത് തന്നെ, x ഇൻറ്റു x-2. വെറുമൊന്നല്ല, -1 ഇൻറ്റു x-2. ബ്രാക്കറ്റ് ഗുണിക്കുന്നു. x ഇൻറ്റു എക്സ് x², x ഇൻറ്റു -2 -2x, -1 ഇൻറ്റു എക്സ് -x, -1 ഇൻറ്റു -2 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 1 ഇൻറ്റു 2 2. അപ്പോൾ x² -2xa -x, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടി എഴുതി അതേ ചിഹ്നം കൊടുക്കണം. അപ്പൊ എന്താ കിട്ടും? -3x + 2. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇത് കിട്ടിയെങ്കിൽ നമ്മൾ എന്തോ പറയും? x-1 and x-2 are the factors of the polynomial x² - 3xa plus. ഇത്രയും വരെ ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? ഓൾ സ്റ്റാൻഡപ്പ്. മുമ്പേ വായിച്ചതിന്റെ ബാക്കി ഇവിടം വരെ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ?
മനസ്സിലായി സർ. ഓക്കെ, ഇതിനെ നോട്ട് ചെയ്യാൻ ക്ലാസ് കഴിയുമ്പോൾ ബാലുവിന് അയച്ചു തരാം. ബാക്കിയുള്ളവർ ഇവിടെ വന്ന് എന്റെ ചെയ്ത് നോട്ട് കളക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ സർ. പിന്നെ വന്നാ പറയെടുക്കുന്നേ. ഇത്രയും കണക്കുകൾ വാമപ്പായിരുന്നു എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ നമ്മളൊക്കെ വാമപ്പ് എന്തുവാന്ന് വാമപ്പ് കേട്ടിട്ടില്ലേ? എന്തു വാമപ്പ് ചെയ്യാൻ പോകുമ്പോ ആദ്യമേ മെയിൻ ഐറ്റത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ബോഡി ഒന്ന് റെഡിയാക്കി നിർത്തുന്ന പരിപാടിയാണ് വാമപ്പ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എക്സാമ്പിളുകളൊന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ല. എന്നാൽ അവിടെ നിന്ന് വേണം നമ്മുടെ യഥാർത്ഥ കാര്യത്തിലേക്ക് എത്താൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മുടെ പ്രോബ്ലം ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ കുറെ പേര് കുറച്ച് കണക്ക് ചെയ്യാനുണ്ടായിരുന്ന ഗ്യാപ്പിൽ ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഏതിന്റെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ മിക്കവാറും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അതിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ എന്തായിട്ട് എഴുതണം? പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ഇതേണ്ടേ ആ എക്സാമ്പിൾ 7 മിത്രമാടം ഒന്ന് വായിക്കൂ. എന്തോ എന്റെ അർത്ഥം? ഇരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദ്യം ചോദിക്കും. ഫോട്ടോ കോപ്പി മടക്കി ബുക്കിനകത്ത് വെക്കും എല്ലാവരും. ഗോവിന്ദ് സാർ ഈ വയറിളക്കം അതിങ്ങി വരും. നോക്കോ. അപ്പൊ ചോദ്യം ഇതാണ്, x² മൈനസ് 5xa പ്ലസ് 6 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ എന്തായിട്ട് എഴുതണം? പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. എന്തായിട്ട് എഴുതണം? ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ x² മൈനസ് 5x പ്ലസ് 6. ഇതിന്റെ ഉത്തരം വിസ്മയ വിനോദ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എത്ര രീതി ചെയ്യാം അഭിജിത്തെ? 2 രീതി. 2 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡിൽ അഭിനവേ നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? കണക്ക് ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ആരാണ് പി ഓഫ് എക്സ്? x² മൈനസ് 5xa പ്ലസ് 6. ഇത് നമ്മളെ ഒരു ഏപ്രിൽ മെയ് മാസത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. ഈ എഴുതി വെച്ചേക്കുന്ന സ്റ്റെപ്പ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആരാണ്? അപ്പൊ ഇനി ചെയ്യുന്നതൊന്നും പോളിനോമിയൽ അല്ല. ഇനി ഏതാണ്ട് അവസാനത്തെ സ്റ്റെപ്പ് വരെ, അവസാനത്തെ 1-2 സ്റ്റെപ്പ് ഒഴിച്ച് ബാക്കി ചെയ്യുന്നത് മൊത്തം എന്തിന്റെ പരിപാടിയാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സോൾവിങ്. ഓർമ്മയുണ്ടോ? പിന്നെ ശരി, നമ്മൾ ആദ്യം ഒരു 3 പേരുടെ വില എഴുതും. ആരൊക്കെയായിരുന്നു 3 പേര്? എ, ബി, സി. അപ്പൊ എ ഈക്വൽ 1, x² കോഎഫിഷ്യന്റ് ആണ് എ. ബി ഈക്വൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി.
സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ് സി. ഇത് എഴുതിയത് ആർക്കെങ്കിലും സംശയം? വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കരുത്. സംശയം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. അടുത്തത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ മൈനസ് 5ന്റെ സ്ക്വയർ മൈനസ് 4 into 1 into 6. നെഗറ്റീവിന്റെ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ്. 5ന്റെ സ്ക്വയർ 25 മൈനസ് 4 ഗുണം 1 4 4 ഗുണം 6 24. 25ൽ നിന്ന് 24 കുറച്ചാൽ 1. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പൊ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ റൂട്ട് 1. ആൻസർ 1. ഇനി എക്സ് is equal to മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a. സോ എക്സ് is equal to മൈനസ് ബി. ബി എത്രയാണ്? -5. അപ്പൊ മൈനസ് ബി മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 1/2 ഇൻറ്റു എയുടെ വില 1. അപ്പോൾ എക്സ് ഈക്വൽ -5 പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 into 1 2. ഇനി രണ്ടാക്കി എഴുതുന്നു. എക്സ് ഈക്വൽ 5 plus 1/2 or എക്സ് ഈക്വൽ 5 minus 1/2. അപ്പോൾ എക്സ് ഈക്വൽ 5 അധികം 1 6 6/2. അപ്പോൾ എക്സ് ഈക്വൽ അപ്പർ സൈഡ് ഓർ എക്സ് ഈക്വൽ 5 1 കുറച്ചാൽ 4 4/2 ഓർ എക്സ് ഈക്വൽ 4/2 2. ഇത്രയും ഏത് ചാപ്റ്റർ? അല്ല, നമ്മുടെ ചോദ്യം എന്തുവരും? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ നമ്മൾ വേണ്ടേ ആ പോളിനോമിയൽ ഒന്നും എടുത്ത് എഴുതുന്നു. പി ഓഫ് എക്സ് is equal to എക്സ് സ്ക്വയർ മൈനസ് 5xa പ്ലസ് 6. ഇനിയാണ് ഇതിന്റെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 ഫാക്ടർ ആകാശു നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. എക്സിന് കിട്ടിയ ഒരു വില എത്ര? ഇതിന് അനുയോജ്യമായ ഫാക്ടർ ഉണ്ടാക്കാൻ മീനാക്ഷി തീപ്പെട്ടിക്കൊള്ളു വല്ലതും വേണോ? വേണ്ട. ഇതിന് അനുയോജ്യമായ ഫാക്ടർ ഉണ്ടാക്കാൻ നമ്മൾ ഈ വലതുവശത്ത് കിടക്കുന്ന 3യെ ഇടതുവശത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താകും? അത് -3. അപ്പോ ഇതിന് അനുയോജ്യമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് -3. ഇത് 3 പ്ലസ് അല്ലേ, അത് ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോ -3 ആവും. അപ്പൊ ഇവിടെ -3 ആയിരുന്നെങ്കിലും ഫാക്ടർ എന്തോ വന്നേനെ? +3. ജനറൽ ആയിട്ട് പറഞ്ഞാൽ എക്സിന്റെ വില എ ആണെങ്കിൽ ഫാക്ടർ എഴുതുമ്പോ എക്സ് -a എന്ന് എഴുതണം. അല്ല, എക്സിന്റെ വില -a ആണെങ്കിൽ ഫാക്ടർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? x+a എന്ന് എഴുതണം. ഐഡിയ എവിടെ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ എക്സിന്റെ അടുത്ത വില 2 ആണ്. ഇതിന് അനുയോജ്യമായ ഫാക്ടർ പറയൂ. എക്സ് മൈനസ്, ഇപ്പൊ പരിപാടി കഴിഞ്ഞില്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ എന്തായിട്ട് എഴുതി? പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. എന്തായിട്ട് എഴുതി? അതിൽ വേണ്ട ഈ സ്റ്റെപ്പ് മുതൽ ഇവിടം വരെയുള്ള സ്റ്റെപ്പ് എല്ലാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സ്റ്റെപ്പാണ്. ഈ അവസാനത്തെ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്തിൻ്റെത്? പോളിനോമിയലിന്റെ. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോടെ? എന്തോ ഒരു സ്ത്രീ ശബ്ദത്തിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എന്തുവായിരുന്നു? മനസ്സിലായെന്നാണോ പറഞ്ഞ? ഓൺലൈനിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ എന്തോ ഒരു കാര്യം ഞാൻ കേട്ടു. മനസ്സിലായെന്നാ പറഞ്ഞേ. ഓക്കെ.
അശ്വിനിയുടെ ഇപ്പുറത്തിരിക്കുന്ന കുട്ടി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു വീണു. എന്താണ് കാര്യം? ഏ ഏ വെള്ളം കുടിക്കാൻ വേണ്ടി കുനിഞ്ഞാന്നോ? ആഹോ, ഞാൻ പേടിച്ചു ഞങ്ങൾ നട്ടുച്ചയ്ക്ക് കുട്ടി ഇങ്ങനെ ക്ഷീണിച്ച് അവശയായിട്ട് എങ്ങനെ താഴെ വീണാന്നോ? ഇതേ കണക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടാതെ നിങ്ങൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ, ഒരു തുള്ളി രക്തം പോലും ചീന്താതെയാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? ഈ സോഷ്യലിസ്റ്റ് പഠിച്ചിട്ടില്ലേ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ഏറ്റവും അധികം അപമാനം നേരിടേണ്ടി വന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. അമ്മാതിരി വിധത്തിലുള്ള കരാറാണ് ഉണ്ടാക്കി വെച്ചത്. ഇത് ജർമ്മൻ ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കരാറായിരുന്നു. അതിനെ ഉപയോഗപ്പെടുത്തി അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? സംസാരിച്ചു. ആളുകളിൽ ജർമ്മൻ വികാരം അദ്ദേഹം എന്ത് ചെയ്തു? കുത്തിവെച്ചു. അങ്ങനെ കുത്തിവെച്ച് ആളുകൾ തീരുമാനിച്ചു, ഇയാൾ ഞങ്ങളുടെ നേതാവായ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. അങ്ങനെ ജർമ്മനിയുടെ ഫ്യൂററായി മാറി ആര്? അഡോൾഫ് ഹിറ്റ്ലർ. അല്ലെ? അങ്ങനല്ലേ? അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വെടിയുണ്ട പോലും പായിക്കാതെ, ഒരു തുള്ളി രക്തം പോലും ചീന്താതെ അഡോൾഫ് ഹിറ്റ്ലർ ഇവിടുത്തെ ഭരണാധികാരിയായി മാറി, ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ട് മാറി. അപ്പൊ ഇത്രയൊന്ന് സ്റ്റെപ്പ് എഴുതി പേജ് കളയാതെ, പേനക്കകത്തിലെ മഷി കളയാതെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. ചിലപ്പോ എല്ലാ സാഹചര്യങ്ങളിലും ആ ടെക്നിക്ക് വിജയിക്കണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ ആ ടെക്നിക്ക് എന്ത് ചെയ്യും? പണ്ട് കൊറോണ സമയത്ത് ഒരു ചെറുക്കൻ മലപ്പുറം ജില്ലയിലെ ഒരു പേപ്പർ കൊണ്ട് എന്തോ സാധനം ഉണ്ടാക്കിയപ്പോ അവനൊരു വീഡിയോ കണ്ടിട്ടാണ് അവനത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവനുണ്ടാക്കിയപ്പോ എന്ത് ചെയ്തില്ല? ശരിയായില്ല. അപ്പൊ അവൻ പറഞ്ഞു, ചിലവരുടേത് ശരിയാകും, ചിലവരുടേത് ശരിയാകത്തില്ല, എന്റേത് എന്ത് ചെയ്തില്ല? ശരിയായില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കണക്കിനകത്തിലും അത് ശരിയാകണമെന്നില്ല. ചിലപ്പോ ചില കണക്കിനകത്തിലൊക്കെ പെട്ടെന്ന് നടക്കും പരിപാടി. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഈ അവസാനം കിടക്കുന്ന 6 ഇല്ലേ? അവസാനം കിടക്കുന്ന 6, ഈ 6നെ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കണം. എന്തായിട്ട് എടുക്കണം? ഗുണനഫലമായിട്ട് എടുക്കണം. എക്സിന്റെ കോയഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതാരാ? വെറും 5 അല്ല, -5. അതിനെ എന്തായിട്ടും എടുക്കണം? സമ്മായിട്ടും എടുക്കണം. എന്തായിട്ടും എടുക്കണം? ഒന്നുകൂടെ, ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ കോൺസ്റ്റന്റിനെ പ്രോഡക്റ്റ് ആയിട്ടും എടുക്കണം, എക്സിന്റെ കോയഫിഷ്യന്റിനെ സമ്മായിട്ടും എടുക്കണം. ഒന്നുകൂടെ, നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ കോൺസ്റ്റന്റിനെ പ്രോഡക്റ്റ് ആയിട്ടും, ഐശ്വര്യ സമാധിയായോ? എക്സിന്റെ കോയഫിഷ്യന്റിനെ കൺപീലി പോലും അനങ്ങുന്നില്ല, ഇങ്ങനെ എക്സിന്റെ കോയഫിഷ്യന്റിനെ എന്തായിട്ടും എടുക്കണം? സമ്മായിട്ടും എടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡാഷ് ഇൻറ്റു ഡാഷ് ഈക്വൽ 6, ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ -5 എന്ന് വെച്ചാൽ ഏതോ 2 നമ്പറുകൾ ഗുണിച്ചപ്പോൾ, പ്രോഡക്റ്റ് എടുത്തപ്പോൾ, ഗുണനഫലം എടുത്തപ്പോൾ ആൻസർ 6 എന്ന് വന്നു. അതേ 2 നമ്പറുകളെ തമ്മിൽ കൂട്ടിയപ്പോൾ ഉത്തരം -5 എന്ന് വന്നു. അങ്ങനെ വല്ല നമ്പറുണ്ടോ? -3 -2 ശരിയാണോ നോക്കൂ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 3 ഗുണം 2 6, ഗുണിച്ചപ്പോൾ 6 കിട്ടുന്നുണ്ടല്ലോ. അടുത്തത് -3ഉം -2ഉം രണ്ടും കൂടെ കൂട്ടൂ. രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ട് കൂട്ടി എഴുതിയ അതേ ചിഹ്നം, ഉത്തരം -5. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി നമ്മുടെ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പോവാം. P of x ഈക്വൽ x - 3 ഇൻറ്റു x - 2. ഇവിടെ ചിഹ്നം ഒന്ന് മാറ്റരുത്. ഇവിടെ എന്താണോ ചിഹ്നം കിടക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അപ്പൊ x - 3 ഇൻറ്റു x - 2, x - 3 ഇൻറ്റു x - 2. ഇങ്ങനെ വേണമെങ്കിലും ആരെ നമുക്ക് ഫാക്ടറൈസേഷൻ നടത്താം? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ഫാക്ടറൈസേഷൻ നടത്താം. ഇവിടെ തലച്ചോറിനൊരു അല്പം കൂടെ പണിയുണ്ട്. എന്താണ് പണി? ഈ 2 കണ്ടീഷൻ അനുസരിക്കുന്ന 2 നമ്പറുകൾ നമ്മൾ ഊഹിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കണം. വെറുതെ 2 നമ്പറായ പോരാ,
ചിലപ്പോ കൂട്ടുമ്പോൾ 6 കിട്ടുമായിരിക്കും, അല്ല ഗുണിക്കുമ്പോൾ 6 കിട്ടുമായിരിക്കും. പക്ഷെ അതേ 2 നമ്പർ കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്ന് വരത്തില്ല, -5 കിട്ടണമെന്ന് വരത്തില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3ഉം 2ഉം എടുക്കാന്ന് വിചാരിക്കുക. 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 6 കിട്ടും. പക്ഷെ 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 വരത്തുള്ളൂ. നമുക്ക് എത്ര വരേണ്ടത്? അപ്പൊ ഈ ഏടാകൂടെ എല്ലാം കൂടെ ഒത്തുവരുന്ന വിധത്തിലുള്ള നമ്പർ ആര് കണ്ടുപിടിക്കണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനേക്കാൾ നല്ലത് ഒരല്പ സമയം എടുത്താലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രീതിയിൽ ചെയ്യുന്നതാണ് തെറ്റ് വരാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതൽ. അതല്ല ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 7ാമത്തെ എക്സാമ്പിൾ വായിച്ചു നോക്കിയായിരുന്നു? വായിച്ചായിരുന്നില്ലല്ലോ? വായിച്ചില്ല. സെക്കൻഡ് ഡിഗ്രി ചെയ്ത് വായിച്ചു നോക്കിയില്ലായിരുന്നല്ലോ? വായിച്ചു നോക്കിയായിരുന്നു. ഓക്കെ. ഓൺലൈൻകാർക്ക് ഇപ്പൊ പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായോ? മനസ്സിലായി സാർ. ആകെ ബാലുവിന്റെ മാത്രം ശബ്ദമുണ്ട്, വേറെ ആരുടെ ശബ്ദമില്ല. ബാലു മാത്രമേ ഉള്ളൂ ഇപ്പൊ ഓൺലൈനിൽ. മനസ്സിലായി. ശ്രാവൺ, ശ്രീപൂർണ, മീനാക്ഷി അമ്പാടി മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. പുള്ളി ആലപ്പുഴയ്ക്ക് പോവായിരുന്നു, അപ്പോഴാണ് ഞാൻ പിന്നെ പെട്ടെന്ന് വിളിച്ച സംഗതി. നോക്കാം. എക്സാമ്പിൾ 8. ഫാത്തിമ എഴുന്നേറ്റ് എക്സാമ്പിൾ 8 ഒന്ന് വായിച്ചു വെച്ചേ. ഫാക്ടറൈസ് എന്നില്ല, ഫാക്ടറൈസ് എന്നേ ഉള്ളൂ കേട്ടോ. ഡി അങ്ങ് വെട്ടി കളഞ്ഞാലേ. ഫാക്ടറൈസ് അത് ദി പോളിനോമിയൽ ആക്കാം. ഫാക്ടറൈസ് ദ പോളിനോമിയൽ x square minus 2x minus 15. x square minus 2x minus 15 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ മെത്തേഡിൽ ആദ്യം എന്ത് ചെയ്യും? ഫോട്ടോ കോപ്പി എടുത്ത് പുസ്തകത്തിനകത്ത് വെക്കുക, അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കുക. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? അല്ല, ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കാം. പോളിനോമിയൽ എന്ത് വിളിക്കാം? പി ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പ് പി ഓഫ് എക്സ് is equal to 0 ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പൊ അഭിനവേ അല്ല അർജുൻ സാറും തുടങ്ങിക്കോളൂ. ആരാണ് അർജുനെ പി ഓഫ് എക്സ്? ഇതാണ് പി ഓഫ് എക്സ്. അപ്പൊ അതേ is equal to 0 എന്ന് പറഞ്ഞാൽ 15 is equal to 0. അഭിനവ് സാർ പറയുന്നതിന്റെ ബാക്കി സ്റ്റെപ്പ് a is equal to 1. ഇരിക്കൂ. ഗോവിന്ദ് സാർ അടുത്ത സ്റ്റെപ്പ്. പരോപകാരം പാപ്പച്ചനാണോ? പറഞ്ഞാട്ടെ. ബി സ്ക്വയർ മൈനസ് 4ac. പറഞ്ഞാട്ടെ. ബി സ്ക്വയർ -2 സ്ക്വയർ മൈനസ് 4 into 1 into -15. അശ്വിനി തിരക്കിലാണോ? അല്ല. -2 സ്ക്വയർ, നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ്, 2 സ്ക്വയർ 4. 4 into 1 4. 4 into 15 ഇച്ചിരി അടുത്ത പരിപാടിയാണ്. എത്ര? 60. എത്രയാണ്? വെറും 60 അല്ല, അണ്ടാവും ചെരുവും ബേസിനും ഒക്കെ ഞാൻ കിടക്കായി തരും. ഞാൻ പറയാം കേട്ടോ. ഒന്നുകിൽ വെള്ളം കുടിക്കടുത്ത് വായിനകത്ത് വെക്ക സംഗതി. ഈക്വൽ 4 മൈനസ് -60 പ്ലസ് 60. 4 പ്ലസ് 60 60 ഇരിക്കും. മൈക്ക് മീനാക്ഷി ഡി ആറിന് കൈമാറിയിരിക്കുന്നു. മീനാക്ഷി ബാക്കി തുടരും. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ റൂട്ട് ഓഫ് 64 റൂട്ട് എത്ര റൂട്ടില്ലെന്നോ 8 ഇരിക്കും. നന്ദന എക്സ് ഈക്വൽ അപ്പൊ എക്സ് ഈക്വൽ -2
പ്ലസ് ഓർ മൈനസ് 8 ബൈ 2 into 1 ഇരിക്കും. അശ്വിനി ശ്രീകുമാർ ആ ആ ഇരിക്കും. ഗൗരി മാഡം ആ ആ ഇരിക്കും. വിസ്മയ വിനോദ് എക്സ് ഈക്വൽ 10/2. അപ്പൊ എക്സിന്റെ വില ഇരിക്കും. ആ ധരണി എക്സ് ഈക്വൽ 2 - 8. രണ്ടിൽ നിന്ന് 8 കുറച്ചാൽ ആദ്യം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 8ൽ നിന്ന് 2 കുറച്ചാൽ 6. വലുതിന്റെ ചിഹ്നം -6/2. അപ്പൊ എക്സ് ഈക്വൽ -3 ഇരിക്കും. വിദ്യാലക്ഷ്മി നമ്മൾ പി ഓഫ് എക്സ് അങ്ങോട്ട് എടുത്തെഴുതുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു x² - 2x - 50. എക്സിന്റെ ഒരു വില 5 ആണ്. അതനുസരിച്ചിട്ടുള്ള ഫാക്ടർ എങ്ങനെ എഴുതും? ഈ 5നെ ഇടതുവശത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ ഫാക്ടർ x - 5. എക്സിന്റെ രണ്ടാമത്തെ വില -3 ആണ്. ഇതനുസരിച്ചിട്ടുള്ള ഫാക്ടർ ആ -3 എങ്ങനെ കൊണ്ടുവരാം. അപ്പൊ എന്താ കിട്ടും? +3. നോക്കിക്കേ, നമുക്ക് തന്നിരുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ എന്തായിട്ട് എഴുതി? ഫാക്ടർ ആയിട്ട് എഴുതി, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇതെല്ലാ വർഷത്തെയും പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓൾ സ്റ്റാൻഡപ്പ്. 8ാമത്തെ എക്സാമ്പിൾ എല്ലാവരും വായിച്ചു നോക്കാം. എന്താ എവിടെയാണ് തെറ്റുള്ളത്? നിങ്ങൾക്ക് അന്നിരിക്കുന്ന നോട്ടിനകത്തിലോ? ആരായിരുന്നു ചോദ്യം വായിച്ചേ? ഫാത്തിമ. ചോദ്യം വായിച്ചാലും മിസ്റ്റേക്കാണ്. നമ്മുടെ ഇതല്ല ക്വസ്റ്റ്യൻ എന്ത് വരുന്നത്? x² - 2x - 15 ആണ്. എന്നിട്ട് നോട്ടിനകത്തിൽ കൊച്ചു അടുത്ത സ്റ്റെപ്പ് മുതൽ അതെല്ലാം എന്താക്കി എഴുതിയിരിക്കുകയാണ്? പ്ലസ് ആക്കി എഴുതിയിരിക്കുകയാണ്. എല്ലാവരും ഇരിക്കൂ. റെഡിങ് വെച്ച് ഇതിൽ നോക്കി ആവശ്യമായ തിരുത്തലുകൾ അതിനകത്ത് വരുത്തിക്കുകയും. എന്തോ ഗോവിന്ദ് പറഞ്ഞ ഇതിനേക്കാൾ എളുപ്പം ഒരു മാർഗമുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങ് തിരുത്താവുന്നു ഇല്ലയോ? കാരണം ആൻസറിൽ ഇത്രയും തിരുത്തു വരുത്തേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ട് തിരിക്കാൻ മതിയെന്ന്. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. തലവെളി കാണിക്കുന്നത് അമേരിക്കക്കാർ കണ്ട അപ്പൊ കൊത്തിക്കൊണ്ടു പോകങ്ങൾ. എന്താണോ ബോർഡിൽ നോക്കി ആവശ്യമായി തിരുത്തൽ വരുത്തേണ്ടത് ആ തിരുത്തലുകളൊക്കെ വരുത്തുക. ഹലോ, ഒരു സെക്കൻഡ്. നിങ്ങളുടെ പുസ്തകത്തിലെ ചോദ്യം x² + 2x - 15 എന്നുള്ളതാണ് ചോദ്യം. പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ x² + 2x - 15 എന്നുള്ളതാണ് ചോദ്യം. x² + 2x നോക്ക. അപ്പൊ എയുടെ വില 1, ബിയുടെ വില എന്താകും? 2, സിയുടെ വില -15. അതിൽ കുഴപ്പമില്ല. d² - 4ac 2² - 4 × 1 × -15. 2ന്റെ സ്ക്വയർ 4 -60 4 + 60 64. അത് കറക്റ്റാ. റൂട്ട് എടുക്കുന്നതും കറക്റ്റ് ആണ്. എക്സിന്റെ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇനി ഇവിടെ വരുമ്പോ -2 എന്താ -2 ± 8 / 2 × 1. അപ്പൊ x ഈക്വൽ
-2 പ്ലസ് ഓർ മൈനസ് 8/2. അപ്പോൾ -2 പ്ലസ് 8/2 ഓർ എക്സ് ഈക്വൽ -2 മൈനസ് 8/2. -2 പ്ലസ് 8 -2 പ്ലസ് 8 6 6/2 6/2 3. ഇവിടെ -2 -8 അതെത്ര വരും? -10/2. -10/2 എത്ര? -5. ഇപ്പൊ ഫാക്ടർ പറഞ്ഞേ എക്സ് -3 ഇൻറ്റു എക്സ് പ്ലസ് 5. ഓക്കെ, അവിടെ ഓൺലൈൻകാർക്ക് നോട്ട് കറക്റ്റ് ആണ്. എന്ത് മാത്രം തിരുത്തിയാ മതി? ആ ക്വസ്റ്റ്യനകത്തിൽ x² -2x -15 എന്നാണ് ചോദ്യം തുടങ്ങിയെടുത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? x² + 2x -15 എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആയല്ലോ. ശരി, അപ്പൊ നമ്മള് ആദ്യത്തെ സെക്ഷനിലെ പുസ്തകവുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എന്തോ ചെയ്തത്? അതുകൊണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തരും. നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള 2 പോളിനോമിയലുകളുടെ എന്തായിട്ട് എഴുതി? പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയും സംഗതി ശനിയാഴ്ച വരുമ്പോൾ എവിടെ എഴുതിക്കൊണ്ടുവരണം? നോട്ട്ബുക്കിലോട്ട് എഴുതിക്കൊണ്ടുവരണം. എവിടം വരെ? എക്സാമ്പിൾ 8 വരെ. അപ്പൊ അവിടെ എന്തേലും അടയാളം വല്ലോട്ട് വെച്ചേക്കണം കേട്ടോ. അവിടെ വരെയാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ 8 വരെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതെവിടെ എഴുതേണ്ടത്? 8 വരെ എവിടെ എഴുതേണ്ടത്? നോട്ട്ബുക്കിൽ. ഇനി എല്ലാവരും വർക്ക് ബുക്ക് എടുക്കൂ. ഓൺലൈൻകാർക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോടെ? ഇനി എല്ലാവരും വർക്ക് ബുക്ക് എടുത്തേ. ഇനി എല്ലാവരും വർക്ക് ബുക്ക് എടുക്കാം. എന്തിന്റെയാ? പോളിനോമിയൽസിന്റെ വർക്ക് ബുക്ക് എടുക്കാം എല്ലാവരും. പോളിനോമിയൽസിന്റെ വർക്ക് ബുക്ക് എടുക്കുക എല്ലാവരും. എടുത്തോ? ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കാം. ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കാം. അവിനോ സാർ, നമ്മുടെ ബുക്കിൽ നിന്നാണ് പേജ് എടുക്കാൻ പറഞ്ഞത്, അതിലത്തെ തന്നെ ബുക്കിൽ നിന്നല്ല. എടുത്തോടെ. ആ പേജിന്റെ നടുക്കോട്ട് 10 പോളിനോമിയൽസ് 10 പോളിനോമിയൽസ് എഴുതിയോ? അടുത്ത പേജ് എടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് സെക്ഷൻ 1. അടുത്ത പേജ് എടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് സെക്ഷൻ 1 ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഓൺലൈൻകാർ എഴുതുന്നുണ്ടോ ഇതൊക്കെ? ഓക്കെ. അടുത്ത ഹെഡിങ് എക്സസൈസ് 1. അറിയോ? ബ്രാക്കറ്റിൽ പേജ് നമ്പർ 237 237. പേജ് നമ്പർ 237 237. പുസ്തകത്തിലെ പേജ് നമ്പർ 237 എടുത്ത എല്ലാവരും. അവിടെ ഒരു ചെറിയ ബോക്സിൽ ഒരു 6 ചോദ്യം കിടക്കുന്നുണ്ടോ? എന്താണ് ഒന്നാമത്തെ ചോദ്യം? ആദ്യം ഒരു മെയിൻ ക്വസ്റ്റ്യനാ. എന്തുവാ? റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ഗിവൺ ബിലോ. ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ചോദ്യത്തിന്റെ അർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന പോളിനോമിയലുകളെ
പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ഇനി എന്റെ കൂടുതൽ ചോദ്യം കണ്ടോ, ഫൈൻഡ് ഓൾസോ ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എന്തിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യുന്ന പരിപാടി അതാ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് എഴുതുന്നുള്ളൂ? ഫാക്ടർ എഴുതുന്നുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ 7ലും 8ലും ചെയ്യുന്ന പരിപാടി ഇല്ലയോ, അത് ഓരോ കണക്കിലായിട്ട് അങ്ങോട്ട് ചെയ്യുക. തുടങ്ങുക പരിപാടി. സ്റ്റെപ്പ് നീ ചെയ്യണം. ഗസ് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടത്തില്ല. ആദ്യം സെന്റൻസിലുള്ള ചോദ്യം എഴുതുക എല്ലാവരും. എന്താ ഗൗരിമാണ് പ്രശ്നം? വിസ്മയ വിനോദിന് എന്തോ സംശയം? ചോദിച്ചാട്ടെ. 2, 3, 7. ആദ്യം എല്ലാവരും ആ സെന്റൻസിലുള്ള ചോദ്യം അങ്ങോട്ട് എഴുതി വെക്കാം. ആദ്യം എല്ലാവരും സെന്റൻസിലുള്ള ചോദ്യം അങ്ങോട്ട് എഴുതി വെക്കാം. എന്നിട്ട് ഓരോ ചോദ്യമായി എടുത്തെഴുതി എന്ത് ചെയ്യുക? ഓരോ കണക്ക് ചെയ്തിട്ടും അയലത്തുകാരനോട്ട് കൂടിയാലോചന നടത്തേണ്ട. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് എന്നെ കൺസൾട്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം.